ഇപ്പോൾ ഉണ്ടായി അടുത്ത സമയത്ത് പ്രത്യേകിച്ചും 2 ദിവസത്തിനകം ഉണ്ടായ ഒരു പ്രസ്താവന വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതായത് അതൊരു രസകരമായൊരു പ്രസ്താവനയായിരുന്നു, ശരിയായൊരു പ്രസ്താവനയായിട്ട് എല്ലാവരും പരിഗണിക്കുന്ന പ്രസ്താവനയും കൂടിയാണ്. അതായത് ഡെപ്പോസിറ്റ് UDF കൊടുത്തിട്ട് BJP പലിശ ചോദിക്കരുത് എന്നുള്ള അതൊരു ശക്തമായ പ്രസ്താവനയായിരുന്നു. എന്താണ്? അല്ല, അതിൻ്റെ അകത്തൊരു വലിയ സങ്കടം കൂടി ഉണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, ഞാൻ കേരളത്തിൽ ന്യൂനപക്ഷ മോർച്ചയുടെ പ്രസിഡൻ്റായത് കുമ്മനം രാജേട്ടൻ പ്രസിഡൻ്റാകുമ്പോഴാണ്. അത് കഴിഞ്ഞ് ഈ ഔട്ട്റീച്ച് പ്രോഗ്രാം അന്ന് മുതലേ നന്നായിട്ട് നടക്കുന്നുണ്ട്. കേരളത്തിലെ എല്ലാ മതമേലധ്യക്ഷന്മാരെയും ആദ്യം ഞാൻ നേരിട്ട് പോയി കണ്ട് നമുക്ക് ഒരുമിച്ച് പോകണം, സഹകരിക്കാവുന്ന മേഖലയിൽ സഹകരിക്കണം, ഇങ്ങനൊരു യാത്ര നടത്തി. പാസ്സാവോ സാച്ചലെ. ആ യാത്രയ്ക്ക് ശേഷം കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാർ, റിട്ടയർഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ, നിലവിലെ പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ, സാഹിത്യകാരന്മാർ, ബിസിനസ്സുകാർ, ഇവരെ ശ്രീധരൻപിള്ള സാർ ഇരിക്കുമ്പോൾ, ശ്രീധരൻപിള്ള സാർ അന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക ചെങ്ങന്നൂർ, ആ സമയത്ത് യാത്ര നടക്കുക. അതിൻ്റെ ഇടയിൽ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് തിരിച്ചവിടെ ചെല്ലുന്നുണ്ട്. അപ്പോൾ ഈ മേഖലയിൽപ്പെട്ട ആളുകളെ മുഴുവൻ, കേരളം മുഴുവൻ പോയി നടന്ന് കണ്ടു. ജമാഅത്ത് ഇസ്ലാമിക്കാരെ വരെ അന്ന് പോയി കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഈ കെ സുരേന്ദ്രേട്ടൻ പ്രസിഡൻ്റാകുന്ന സമയത്ത് വീണ്ടും ഞാൻ ന്യൂനപക്ഷ മോർച്ചയുടെ പ്രസിഡൻ്റാവുകയാണ്. ന്യൂനപക്ഷ മോർച്ചയുടെ പ്രസിഡൻ്റാകുന്ന സമയത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഫീൽ ഗുഡ് എന്ന് പറഞ്ഞൊരു യാത്ര നടത്തി. ആ യാത്രയിൽ ഞാൻ ഏതാണ്ട് 172 പള്ളികളിൽ പോയി. അത് ആദ്യം പ്രധാനപ്പെട്ട പള്ളികൾ, അന്ന് പിതാക്കന്മാരെ അങ്ങനെ കാണാൻ പോയിട്ടില്ല, ബിഷപ്പ് ഹൗസുകളിൽ അങ്ങനെ യാത്ര നടത്തിയിട്ടില്ല. കുറച്ചുകൂടി ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന അച്ഛന്മാരും അതുപോലെ ഉള്ള ആളുകളും കിട്ടും. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മൾ നേരത്തെ വിളിച്ചറിയിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ പള്ളിയിലെ കൈക്കാരുണ്ടാവും, ഒക്കെ ചിലപ്പോൾ വികാരി അച്ഛൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവരെല്ലാവരും കണ്ട് ഞാൻ കാസർഗോഡ് വരെ യാത്ര നടത്തി. ഈ യാത്രയുടെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ അന്ന് മുതൽ ഒരു പണ്ട് മുതലേ ഇപ്പോൾ സംഘത്തിനും സുദർശൻജിയുടെ കാലഘട്ടം മുതൽ ഈ ചർച്ച ഡയലോഗ്സ് ഒക്കെ ആരംഭിച്ചല്ലോ. എതിർത്ത് പോകണമെന്നോ ഒഴിവാക്കി പോകണമെന്നോ നമുക്ക് ഒരാഗ്രഹമില്ല. നമ്മൾ ചേർത്ത് പിടിച്ച് പോവുക എന്നുള്ളത്. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ നമുക്ക് സംസാരിക്കാം, നമുക്ക് പരിഹരിക്കാം. നമുക്ക് എവിടെയാണ് ഒരു ചെറിയ തെറ്റിദ്ധാരണ ഉള്ളത്, ആ തെറ്റിദ്ധാരണ മാറ്റാം. ഈ സ്ഥലത്തെല്ലാം പോയപ്പോൾ ഉണ്ടായ കാര്യങ്ങൾ റിപ്പോർട്ടായി എഴുതിയെടുത്ത് ഒരു ബുക്കിൽ എഴുതി അത് കൃത്യമായിട്ട് നേതാക്കളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയിട്ടാണ് നമ്മൾ ഇതൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ എന്ന് മനസ്സിലാക്കി അത് പരിഹരിക്കാൻ കൂടിയിട്ടാണ് നമ്മൾ വീണ്ടും ലീഡേഴ്സ് പോകുന്നത്. ഇതെല്ലാം നടക്കുമെങ്കിലും പക്ഷേ ഇപ്പോൾ ജോർജ് കുര്യഞ്ചി മന്ത്രിയായി. കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും സന്തോഷം. ക്രൈസ്തവ സമൂഹത്തിന് ഒരു മന്ത്രിയെ ലഭിച്ചു. ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം വളരെ വളരെ സീരിയസ് ആയിട്ടും മെച്യൂർ ആയിട്ടൊരു പൊളിറ്റീഷ്യനാണ്. അദ്ദേഹം ഈ സഭകളും ഒക്കെ ആയിട്ട് നല്ല ബന്ധത്തിൽ തന്നെയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയിട്ടാണ് നമ്മൾ അദ്ദേഹത്തെ കാഞ്ഞിരപ്പള്ളിയിൽ സ്ഥാനാർത്ഥിയാക്കുന്നത്. ഈ ഫീൽ ഗുഡ് യാത്രയായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ ചില ഭാഗത്ത് ചെല്ലുമ്പോൾ ചില അച്ഛന്മാർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് അയാൾ പറ്റില്ല, അയാൾ പല പാർട്ടികളിലും ഞങ്ങളുടെ നേതാവൊക്കെ ആയിരുന്നു നേരത്തെ, പക്ഷേ പ്രധാനപ്പെട്ട ആളായിരുന്നു, പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഇതെല്ലാം പറഞ്ഞു. ഞാൻ അതൊക്കെ ശരി വെച്ചു. ഓക്കെ, ശരി, നമ്മളിത് അവിടെ നിങ്ങൾ ഒന്നും സഹായിക്കുന്നില്ല, ഓക്കെ. പക്ഷേ പിന്നീട് വന്ന നമ്മുടെ ലീഡേഴ്സിൻ്റെ ഭാഗത്ത് വന്ന പ്രസ്താവനകൾ കേട്ടിട്ടുണ്ടല്ലോ പലപ്പോഴും. വിളിച്ച് ഒരു വിഭാഗത്തിലേക്ക് UDF വോട്ട് ചെയ്യണമെന്ന് കുറച്ച് പേര് പറഞ്ഞു എന്നുള്ള ഒരു വിവാദം ഉണ്ടായി. അത് മാത്രമല്ല, FCRA ഇഷ്യൂ ഉണ്ടായി. FCRA ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് ആ ഇഷ്യൂ റൈസ് ചെയ്ത് വന്നപ്പോൾ തന്നെ പ്രധാനപ്പെട്ട ഇവിടുത്തെ നമ്മുടെ കോർ കമ്മിറ്റിയിലുമൊക്കെ ഉള്ള പ്രധാനപ്പെട്ട ആളുകൾ അവരുമായി സംസാരിച്ചു എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ അറിവ്. ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ നമുക്കിത് ചർച്ച ചെയ്യാം, പരിഹരിക്കാം. പക്ഷെ അന്നെല്ലാം UDF ഒരു ഘടകകക്ഷിയെ പോലെയാണ്
അന്ന് ഇവർ പ്രസ്താവന ഇറക്കിയത്. നമ്മളിത് പ്രശ്നം നമുക്ക് ചർച്ച ചെയ്യാമെന്ന് പറയുമ്പോഴും ഇത് എല്ലാം നമ്മളിതെല്ലാം ശരിയാക്കാം എന്ന് പറയുമ്പോഴും അതിഗംഭീരമായിട്ട് വേട്ടയാടുന്ന രീതിയിലേക്ക് പ്രസ്താവനകൾ പോയി. പക്ഷേ ഞാൻ ഇവിടെ ഇപ്പോൾ പരമ്പരാഗതമായി പണ്ട് മുതലേ വിദ്യാർത്ഥി മോർച്ചയും വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വന്ന ആളാണ് ജോർജ് കുര്യൻജി. ഓക്കെ, നമ്മൾ സമ്മതിച്ചു, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷേ പല സമയത്ത് പോയപ്പോഴും ഇവരെല്ലാവരും പറഞ്ഞിട്ടുണ്ട് ജോർജ് കുര്യൻജി നല്ല ആളാണ് എന്നുള്ള നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഈ അഭിപ്രായമൊക്കെ പറഞ്ഞപ്പോഴും ഈ FCRA ഇഷ്യൂ വന്ന് അവിടെ ചെന്ന് സംസാരിക്കുമ്പോഴും എല്ലാം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ എങ്ങനെയാണോ ഒരു രാഷ്ട്രീയ പാർട്ടി ഇടപെടുന്നത് അതുപോലുള്ള പ്രസ്താവനകൾ BJPയെ പരാജയപ്പെടുത്തുന്ന തരത്തിലേക്ക് വന്നു എന്നുള്ളത് സങ്കടകരമാണ്. പക്ഷെ ഞാൻ ഷോൺ ജോർജും അനൂപ് ആൻ്റണിയും ജയിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. പിന്നെ ഷോൺ നന്നായിട്ട് പെർഫോം ചെയ്തു, അനൂപ് നന്നായിട്ട് പെർഫോം ചെയ്യുന്നു, ജയിക്കുമെന്നായിരുന്നു എൻ്റെ വിചാരം. പക്ഷേ അവിടെ സംഭവിച്ചതൊന്നും അതല്ല. വോട്ട് കിട്ടിയിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഈ നിലപാട് പിന്നീട് വരുന്നത് എപ്പോഴാണ് പിന്നീട് വരുന്നത് നമ്മൾ ഈ വിഷയവുമായി എല്ലാം ബന്ധപ്പെട്ട് പോകുമ്പോൾ നമുക്ക് പിന്നീടും കുറ്റപ്പെടുത്തലാണ്. നമ്മളെ തന്നെ നമ്മുടെ അടുത്ത് വരുമ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ചെയ്തില്ല എന്നൊക്കെ ഇപ്പോൾ എൻ്റെ അടുത്തല്ല വരുന്നത്. പക്ഷേ ഇത്തരം നമ്മളുമായി സംസാരിക്കുമ്പോഴൊക്കെ ഉണ്ടാവാറുണ്ട്. മറ്റൊരു കാര്യം, ഇപ്പം മണിപ്പൂർ ഇഷ്യൂ ഉണ്ടായി. മണിപ്പൂർ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ 92 മണിപ്പൂരിൽ കോൺഗ്രസ് ഭരിക്കുക, ഏതാണ്ട് 400 പേര് മരിച്ചു. 16 മാസം കലാപം ഉണ്ടായിരുന്നു. അന്ന് പാർലമെൻറ്റിൽ ചർച്ച ഉണ്ടായോ? പ്രധാനമന്ത്രി എന്തെങ്കിലും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. അന്ന് ഇത് ആവശ്യപ്പെട്ട മണിപ്പൂരിൽ നിന്ന് വന്ന MP ഓഫീസിൽ വന്ന് കാണാൻ പറഞ്ഞു. അവിടെ ചെന്ന് കണ്ടിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞു പോയി എന്നുള്ള ഒരു നടപടി ഉണ്ടായില്ല. ഈ 16 മാസവും കലാപം തന്നെയായിരുന്നു. ശരിയാണ്, ഒരു നാട്ടിൽ കലാപം ഉണ്ടാവരുത്, കലാപത്തെ അടിച്ചമർത്തണം. ഒരു നാട്ടിലെ ഇംഫാൽ ബിഷപ്പ് പറഞ്ഞല്ലോ ഇത് 2 ഗോത്രങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്. പക്ഷേ കേരളത്തിൽ വരുമ്പോൾ അത് RSSകാർ ചെയ്ത പ്രശ്നം, BJPക്കാർ ചെയ്ത പ്രശ്നം, ഭരിക്കുന്നവരുടെ ഭാഗത്ത് പ്രശ്നമുണ്ടായി എന്ന് പറയുന്നതിന് ഞാൻ മനസ്സിലാക്കുന്നു. ഭരണത്തിൻ്റെ ഭാഗത്ത് ഇങ്ങനെയൊക്കെ വേണം. പക്ഷേ ഈ ആളുകളെ മുഴുവൻ വെടിവെച്ച് ഒന്ന് പ്രശ്നം തീർക്കാൻ പറ്റുമോ? അങ്ങനെ തീർക്കാൻ പറ്റുന്ന ഇത് സ്വന്തം ജനതയല്ലേ. അതുകൊണ്ട് 16 മാസം 400 പേർ മരിച്ച കാലഘട്ടത്തിൽ മിണ്ടാതിരുന്ന എല്ലാവരും പുറത്തു ചാടി. പിന്നങ്ങ് തിരഞ്ഞെടുപ്പിൻ്റെ ദിവസം രാവിലെ എഴുന്നേറ്റ് 7 മണിക്ക് വോട്ട് ചെയ്തിട്ട് വരുന്ന പ്രധാനപ്പെട്ട ആൾ പറയുന്നത് ഞാൻ മണിപ്പൂരിന് വേണ്ടി ഒരു വോട്ട് ചെയ്തു എന്ന് ചാനലുകളെ വിളിച്ചു നിർത്തി പറയുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കണ്ടേ? നമ്മൾ രാഷ്ട്രീയ പ്രസ്ഥാനമല്ലേ, നമ്മൾ എല്ലാ രീതിയിലും സഹകരിക്കുന്നുണ്ട്. ഛത്തീസ്ഗഡ് ഇഷ്യൂ വന്നു, അതൊന്നും തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. ഒരു രാഷ്ട്രീയ പാർട്ടി എല്ലാ രീതിയിലും സഹകരിക്കുകയും എല്ലാ പരീക്ഷണങ്ങളും നടത്തുകയും എല്ലാവരുമായി യോജിച്ച് പോവുകയും വേണം. ഞാൻ നാളെ ബിഷപ്പ് ഹൗസിൽ പോവില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ നാളെയും ബിഷപ്പ് ഹൗസിൽ പോകും. എനിക്ക് സൗഹൃദമുള്ളവരുമായിട്ട് സമ്പർക്കം നടത്തും. ഇത് പിണക്കം കാണിക്കേണ്ട സംഭവം ഒന്നുമല്ല. ഇത് വ്യക്തിപരമായ കാര്യമൊന്നുമല്ലല്ലോ പിണങ്ങി പിരിഞ്ഞങ്ങ് പോകാൻ. ഇത് ഡൈവോഴ്സ് ഒന്നുമല്ലല്ലോ, ഇത് പൊളിറ്റിക്സ് അല്ലേ, ജനകീയ പ്രസ്ഥാനമാണ്. അപ്പോൾ ആളുകളായിട്ട് സമീപിക്കണം, ഇനിയും കാണാൻ പോകണം, നമ്മളിതെല്ലാം പറയണം, അവരോട് വൈരാഗ്യം ഉണ്ടാവരുത്. ഇതിങ്ങനെ സഹകരിച്ചാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ ഇനിയും പോവാം, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ നമ്മളോട് സംസാരിക്കാം, നമ്മുടെ നേതൃത്വത്തോട് സംസാരിക്കാം. അങ്ങനെ നമുക്ക് യോജിച്ച് പോകാവുന്ന ഒരു മേഖലയാണ് ഈ പൊതുജീവിതം എന്ന് പറയുന്നത്. അവിടെ ഞാൻ എല്ലാവരും കുറ്റം പറയുന്നില്ല. ഒരു ചെറിയ ശതമാനം ആളുകൾ പാരമ്പര്യമായിട്ട് അവർ ചിലപ്പോൾ കോൺഗ്രസോ കേരള കോൺഗ്രസോ ഒക്കെ ആയിരുന്നത് കൊണ്ടാവാം അവർക്ക് ഈ ആവേശം നിലനിൽക്കുന്നത്. പക്ഷേ ഞങ്ങളൊരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ലേ, ഞങ്ങൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് നിർണായകമായി വരുന്ന സമയത്തെല്ലാം ഞങ്ങൾക്ക് പണി കിട്ടും. തെരഞ്ഞെടുപ്പാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നിർണായകമായ സമയം. ആ സമയത്ത് നമ്മളെ എതിർക്കും, അല്ലാത്ത സമയത്ത് സ്നേഹിച്ചിട്ടെന്താ കാര്യം? എന്നാൽ ഞങ്ങൾ ഏതെങ്കിലും പ്രശ്നങ്ങളിൽ മുഖം തിരിഞ്ഞു നിന്നിട്ടുണ്ടോ? പാലാ പിതാവിന് ഇഷ്യൂ ഉണ്ടായ സമയത്ത് പാർട്ടി മാറിയെന്നോ? ഇല്ല. ഇനി
നിർമ്മല കോളേജിൽ അടുത്ത വെള്ളിയാഴ്ച കൂട്ട നമസ്കാരം നടത്തും എന്ന് വെല്ലുവിളിച്ചിട്ട് തീവ്രവാദികൾ വെല്ലുവിളിച്ചിട്ട് നിൽക്കുന്ന സമയത്ത് അവിടുത്തെ അച്ഛനോട് ചോദിച്ചാൽ അറിയാം. അച്ഛനുമായിട്ട് ഞങ്ങൾ അന്ന് ബന്ധപ്പെട്ടതാണ്. അച്ഛനെല്ലാവരെയും വിളിച്ചിട്ടും ഉള്ളതാണ്, എല്ലാവരുമായിട്ട് സംസാരിച്ചിട്ടും ഉള്ളതാണ്. പക്ഷേ കെ സുരേന്ദ്രൻ ഒരു പ്രസ്താവന ഇറക്കിയതിൻ്റെ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മുസ്ലിം യൂത്ത് ലീഗ് പറഞ്ഞു ഇത് ഒറ്റപ്പെട്ട സംഭവമാണ്, ഇതിൽ ഞങ്ങൾക്ക് ആർക്കും പിന്തുണയില്ല. അങ്ങനെയാണ് ഇഷ്യൂ അവിടെ അവസാനിക്കുന്നത്. നമ്മൾ ഇടപെടേണ്ട സമയത്തെല്ലാം ഇടപെട്ടിട്ടുണ്ട്. ഇത് തിരിച്ചറിയാതെ നമുക്കൊരു തിരിച്ചറിവില്ലാത്തതുകൊണ്ടോ ഒന്നുമല്ല, നമുക്ക് ഒരുമിച്ച് പോകേണ്ടതാണ്. ഈ ബഹുസ്വരതയെ ഒരുമിച്ച് ചേർത്ത് നരേന്ദ്രമോദി ഇപ്പോൾ കൊണ്ടുപോകുന്ന പോലെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഭരണമാണ് നടക്കുന്നത്. അതിനോടൊപ്പം ഞങ്ങളോടൊപ്പം അണിചേരണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. ഇനി അണിചേരാൻ പറ്റില്ലേ, നിങ്ങളൊരു എതിർകക്ഷിയെപ്പോലെ എതിർ മുന്നണിയുടെ ഘടകകക്ഷിയെപ്പോലെ ഞങ്ങളോട് പെരുമാറിയാൽ ഞങ്ങൾ രാഷ്ട്രീയമായി ചില അഭിപ്രായങ്ങൾ പറയും. അത് ഭീഷണിയൊന്നുമല്ല, അഭിപ്രായം മാത്രമാണ്.